to one and all present over here. ആദ്യമേ തന്നെ 2024 കോന്നി JCIയുടെ ക്രിസ്മസ് ആഘോഷവേളയിലേക്ക് എത്തിയിരിക്കുന്ന ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ക്രിസ്മസ് എന്നത് ആഘോഷമല്ല, അതൊരു അനുഭൂതിയാണ്. എഡ്ന ഫെർബറുടെ വാക്കുകളാണിവ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുക എന്നതിനപ്പുറമായി നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സന്തോഷവും സാഹോദര്യവും മനുഷ്യത്വവും മാനവികതയുമാണ് അവിടെ ആഘോഷിക്കപ്പെടുന്നത്. ക്രിസ്മസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമാണ് ഓർമ്മ വരുന്നത്. ക്രിസ്മസ് അടുക്കുമ്പോൾ ക്രിസ്മസ് ട്രീകളും സ്റ്റാറുകളും എല്ലാം നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഈശ്വരൻ ഇല്ലെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്മസ് വ്യർത്ഥമായി പോകുന്നു. കാരൽ ഗാനങ്ങൾക്കും ആഘോഷങ്ങൾക്കും സാന്റാക്ലോസിനും ഒക്കെ അപ്പുറമായി അനവധി സന്ദേശങ്ങളാണ് ക്രിസ്മസ് നമുക്കായി പകർന്നു നൽകുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എളിമയുള്ളവരായി തീരുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന മനസ്സിനുടമസ്ഥരാവുക എന്നുള്ളതാണ്. തോമസ് മോർട്ടൺ ഒരിക്കൽ പറഞ്ഞതുപോലെ, അഹങ്കാരം നമ്മെ കൃത്രിമമാക്കുമ്പോൾ എളിമ നമ്മെ യഥാർത്ഥ മനുഷ്യരാക്കി മാറ്റുന്നു. 10ാം ക്ലാസ്സിൽ ട്രഷർ ട്രോവ് എന്ന പാഠപുസ്തകത്തിൽ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡർസൺ എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ രചിച്ച ദി ലിറ്റിൽ മാച്ച് ഗേൾ എന്ന ചെറുകഥ പഠിക്കുവാനായി ഉണ്ടായിരുന്നു. ഒരു ന്യൂ ഇയർ ദിവസം തലേന്ന് തണുത്തുറഞ്ഞ മഞ്ഞുകളിൽ തീപ്പെട്ടിക്കൊള്ളികൾ വിൽക്കുവാനായി കഷ്ടപ്പെടുന്ന ഒരു ദരിദ്രയായ ചെറിയ പെൺകുട്ടിയുടെ കഥയായിരുന്നു അത്. ക്രിസ്മസ് ന്യൂ ഇയർ സമയമായതിനാൽ തന്നെ തെരുവ് മുഴുവൻ വളരെ തിരക്കാണ്. അലങ്കരിച്ച തെരുവുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജനങ്ങളെല്ലാം ആഘോഷ തിരക്കുകളിലാണ്. വലിയ വലിയ കച്ചവടങ്ങൾക്കിടയിൽ ആ ചെറിയ പെൺകുട്ടിയുടെ കച്ചവടം ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. എന്നാൽ ഒരു തീപ്പെട്ടിക്കൊള്ളി പോലും വിൽക്കാതെ തിരികെ വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ തന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും ശകാരവും ശിക്ഷയും ലഭിക്കുമെന്ന് ഉറപ്പുള്ള പെൺകുട്ടി ഭയപ്പാടോടുകൂടി എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ ആ മഞ്ഞിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഒടുവിൽ അതിശൈത്യം സഹിക്കാനാവാതെ ആ പെൺകുട്ടി ഒരു വീടിന്റെ മൂലയിൽ ചെന്നിരിക്കുകയും തന്റെ മരവിച്ചുപോയ കൈകൾക്കും കാലുകൾക്കും ഊഷ്മളതയേകുവാനായി താൻ വിൽക്കുവാനായി കരുതിയിരുന്ന ആ തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് ഒന്നെടുത്ത് അത് തീ കൊളുത്തുന്നു. അതിന്റെ തീജ്വാല അവൾക്ക് സമ്മാനിച്ചത് താൻ ചാരിയിരുന്ന ആ വീടിന്റെ ഭിത്തികളിലൂടെ കടന്നുപോയി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന തീന്മേശയുടെ കാഴ്ചയാണ്. ആ തീന്മേശയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന പൊരിച്ച താറാവിന്റെയും നല്ല വിഭവങ്ങളുടെയും രുചിയേറുന്ന മണം അവളുടെ വിശപ്പിനെ ആളി കത്തിക്കുകയാണ്. ആ വിഭവങ്ങളെല്ലാം അവളുടെ അടുക്കലേക്ക് വരുന്നതായി തോന്നിയപ്പോഴേക്കും ആ തീപ്പെട്ടിക്കൊള്ളി കത്തി തീരുകയാണ് ഉണ്ടായത്. അപ്പോൾ താൻ കണ്ടതെല്ലാം മായക്കാഴ്ചകൾ മാത്രമാണെന്ന ബോധ്യം ആ കുട്ടിക്കുണ്ടാകുന്നു. വീണ്ടും തണുപ്പ് അസഹ്യമായപ്പോൾ അവൾ മറ്റൊരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് കത്തിക്കുകയും അത് അവൾക്ക് നൽകിയ കാഴ്ചകൾ താൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച ഏറ്റവും വലിപ്പമേറിയതും ഏറ്റവും മനോഹരമായ ക്രിസ്മസ് ട്രീയുടെ അരികിലേക്ക് നടക്കുന്നതായാണ്. ആ ക്രിസ്മസ് ട്രീയുടെ അരികിലേക്ക് നടന്ന് അതിനെ സ്പർശിക്കുവാനായി തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ആ തീപ്പെട്ടിക്കൊള്ളി കത്തിത്തീരുകയും വീണ്ടും താൻ കണ്ട കാഴ്ച ഒരു മായക്കാഴ്ച മാത്രമാണെന്ന ബോധ്യം ആ കുട്ടിക്കുണ്ടാകുന്നു. മൂന്നാമത് മറ്റൊരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് കത്തിച്ചപ്പോൾ താൻ തന്റെ ജീവിതത്തിൽ ഏറെ സ്നേഹിക്കുന്നതും തന്നെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചതും മനസ്സിലാക്കിയതുമായ തന്റെ മുത്തശ്ശിയുടെ ചിത്രമാണ് കടന്നു വന്നത്. ദാഹവും വിശപ്പും ദാരിദ്ര്യവും ഒറ്റപ്പെടലും ഒന്നുമില്ലാത്ത മരണപ്പെട്ട തന്റെ മുത്തശ്ശിയുടെ ആ സ്വർഗലോകത്തിലേക്ക് പോകുവാൻ ആ പെൺകുട്ടി വെമ്പൽ കൊള്ളുന്നു. ആ പെൺകുട്ടിയുടെ കുഞ്ഞു ഹൃദയം ആഗ്രഹിക്കുന്നു. ഒടുവിൽ തൊട്ടടുത്ത ദിവസം ന്യൂ ഇയർ എത്തിയപ്പോൾ ആ തെരുവും അവിടെയുള്ള ജനങ്ങളും ഉണർന്നത് മഞ്ഞിൽ മരവിച്ച് മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാണ്. ഇത്തരത്തിൽ സ്വന്തം മാതാപിതാക്കൾ പോലും മനസ്സിലാക്കാത്ത അനവധി ദരിദ്ര ബാല്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒറ്റപ്പെട്ട തുരുത്തുകളാവുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഇത്തരത്തിലുള്ളവരെ ചേർത്തു നിർത്തിയില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ഉള്ളത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ച ക്രിസ്തുവിന്റെ ജനനം നടന്നത് മണിമാളികകളിലോ മഹാസൗധങ്ങളിലോ അല്ല, പുൽത്തൊട്ടിയിലാണ്. ഇത് എളിമയുടെ
എത്രമാത്രം പ്രാധാന്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. രണ്ടാമതായി എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത്, നമ്മൾ ഏവരും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി തീരണം, കൃതജ്ഞതയുള്ളവരായി തീരണം. ഹെലൻ റൈസ് തന്റെ പ്രശസ്ത കവിതയായ എ ക്രിസ്മസ് ട്രിബ്യൂട്ടിൽ ഇപ്രകാരം കുറിച്ചിരിക്കുന്നു: At Christmas time, we think of those people who have made our life more richer as it grows. 1909 ഡിസംബറിൽ സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് നേടിയ ആദ്യ വനിത തന്റെ നൊബേൽ പ്രൈസ് സമ്മാനം കരസ്ഥമാക്കുവാനായുള്ള ട്രെയിൻ യാത്രയിൽ തന്റെ മരണപ്പെട്ട പിതാവുമായി ഒരു സാങ്കല്പിക സംഭാഷണം നടത്തുന്നു. ആ സംഭാഷണത്തിൽ തനിക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചതിൽ താൻ തന്റെ മാതാപിതാക്കളോടും സ്വീഡിഷ് അക്കാഡമിയോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അതിനെല്ലാം ഉപരിയായി തന്റെ ചെറുപ്പകാലത്ത് താൻ കടന്നുപോയതും പരിചയപ്പെട്ടതുമായ തന്റെ സുഹൃത്തുക്കളോടും തന്റെ അയൽക്കാരോടും താൻ വഴിയോരങ്ങളിൽ ആരോരുമില്ലാതെ അലങ്ങി നടക്കുന്നതായി കണ്ട അഭയാർത്ഥികളോടും പ്രകൃതിയോടും പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളോടും ഒരു ചെറിയ ഉറുമ്പിനോട് പോലും താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് നൊബേൽ ജേതാവായ സിൽമാൻ ലാഗർലോഫ് പറയുന്നു. ഇത്തരത്തിൽ നാമും നക്ഷത്രങ്ങളായി ശോഭിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന സ്ഥലത്ത് നമ്മളെ എത്തിക്കുവാനായി നമ്മൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ടല്ല, നമ്മൾ കണ്ടതും പരിചയപ്പെട്ടതുമായ ഓരോ സഹോദരനും ഓരോ സഹോദരിക്കും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അതിൽ വലിയ പങ്കുണ്ട് എന്ന് ഓർത്തുകൊള്ളണം. വിദ്വാൻമാർക്ക് വഴികാട്ടിയായി മാറിയ ആ നക്ഷത്രം പോലെ സ്വയം നക്ഷത്രമായി മാറുന്നതിനപ്പുറമായി മറ്റുള്ളവർക്ക് വഴികാട്ടികളായി മാറുന്ന നല്ല പ്രകാശമുള്ള നക്ഷത്രങ്ങളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മയുടെ ക്രിസ്മസ് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.